നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് ഈ കറക്റ്റ് ഡിഷ് പൊസിഷൻ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് കറക്റ്റ് ലംബമായിട്ട് സ്ഥാപിക്കുക എന്നുള്ളത്. അങ്ങനെ കറക്റ്റ് ലംബമായിട്ട് സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ലംബമായി സ്ഥാപിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇനി അങ്ങനെ ലംബമായിട്ടൊന്നും സ്ഥാപിക്കാൻ പറ്റാത്ത ഏരിയകളുണ്ടാവും. എവിടെ ഈ ലംബമായിട്ട് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് ഇതിൻ്റെ ഈ കാലുണ്ടല്ലോ, ഈ കാല് നമ്മൾ കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് ഭൂമിയോട് കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് ഞാൻ വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ലംബമായിട്ട് ഇരിക്കണം എന്നാണ് എല്ലാവരും പറയാറ്. ഇത് കറക്റ്റ് ലംബമായിട്ട് ചില നമ്മൾ പെരേന്റെ മുകളിലൊക്കെ ഇത് സ്ഥാപിക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ലംബമായിട്ട് നമുക്ക് വെക്കാൻ പറ്റിക്കണമെന്നൊന്നും ഉണ്ടാവില്ല. കാരണം അത് ചിലപ്പോൾ ഓടിട്ട വീടൊക്കെ ആണെങ്കിൽ ചെരിഞ്ഞിട്ടായിരിക്കും, ഷീറ്റിട്ട വീടൊക്കെ ആണെങ്കിൽ ഈ കാല് ചിലപ്പോൾ ചെരിച്ചിട്ടൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നമുക്കിങ്ങനെ ഇതേപോലെ ലംബമാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നടക്കുന്ന കാര്യമല്ല. ശരിക്കും ഞാൻ ഈ ഡിഷ് വെച്ചിരിക്കുന്നത് കറക്റ്റ് ലംബമായിട്ട് അല്ല. ഇനി നമുക്ക് കറക്റ്റ് ലംബമാക്കി വെക്കാൻ പറ്റാത്ത ഏരിയയിൽ നമുക്ക് കറക്റ്റ് ലംബം അല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാലിനെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. പക്ഷെ അവിടെ നമുക്ക് സിഗ്നലിന് കുറവൊന്നും വരില്ല. എന്താ വെച്ചാൽ നമ്മുടെ ഈ LNBയുടെ സ്ക്യൂ ഇല്ലേ, LNBയുടെ സ്ക്യൂ, ഈ LNB സ്ക്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഈ കറക്റ്റ് കാലിൽ ലംബം അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് 100% സിഗ്നൽ ലഭിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ഈ സാധനം ലംബമാക്കി വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ സാധാരണഗതിയിൽ ഇതിപ്പോ എയർടെലിന്റെ ഡയറക്ഷനിലായിരിക്കുന്നത്. അപ്പൊ എയർടെലിന്റെ LNB സ്ക്യൂ എന്ന് പറയുന്നത് ഏകദേശം -75 ഒക്കെ ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ അത് 62 അല്ലെങ്കിൽ 78 നമുക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇത് ഈ കാല് ലംബം അല്ലെങ്കിലും ലംബം തെറ്റി നിൽക്കുകയാണ്, അതായത് കറക്റ്റ് ലംബം അല്ലെങ്കിലും നമ്മൾ ആ LNB സ്ക്യൂ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് റെഡിയാക്കി കറക്റ്റ് 100% സിഗ്നൽ ലഭിക്കുന്ന രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഡിഷ് ഇരിക്കുന്ന കറക്റ്റ് ലംബമാണോ? ഉണ്ടോ? അല്ല, ഇത് കറക്റ്റ് ലംബം അല്ലേ ഇരിക്കുന്നത്, അതില്ലേ ആണോ? ഇത് ഇത്രയും ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ലംബമാവുള്ളൂ. ഈ കാല് കുറച്ചുകൂടെ ഇങ്ങോട്ട് വൈഡിലോട്ട് വന്നാൽ മാത്രമേ ഈ കാല് ഇരിക്കുന്നത് ലംബമായിട്ട് വരുള്ളൂ. കണ്ടല്ലേ, ഈ മുകളിലെ സ്പിരിറ്റ് ലെവൽ നമുക്ക് മനസ്സിലാവും. ഉണ്ടോ? ഇത് കറക്റ്റ് ലംബമല്ല. ശരിക്കും പറഞ്ഞാൽ ഈ കാലിരിക്കുന്നത് ചെരിഞ്ഞിട്ടാ. ഇത് ചെരിഞ്ഞിട്ടിരുന്നാലും നമുക്ക് സിഗ്നലിനെ ബാധിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റ് LNB സ്ക്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതായത് നമ്മൾ കറക്റ്റ് ഇതിന്റെ സാറ്റലൈറ്റിന്റെ LNB സ്ക്യൂവിലായിരിക്കില്ല, നമ്മൾ കുറച്ചൊന്ന് എന്ത് ചെയ്യും, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിച്ച് ആ LNB സ്ക്യൂ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഇതിപ്പം കമ്പനി പറയുന്ന സാറ്റലൈറ്റിന്റെ ട്രാൻസ്പോണ്ടറിൽ കൊടുത്തിരിക്കുന്ന ആ സാറ്റലൈറ്റിൽ കമ്പനി പറയുന്ന കറക്റ്റ് LNB സ്ക്യൂ, അസിമുത്ത്, എലവേഷൻ ഒക്കെ അതേപോലെ തന്നെ കൊടുത്തു എങ്കിലും പക്ഷെ നമ്മൾ ഈ കാല് തെറ്റിച്ച് വെക്കുമ്പം, ഞാൻ വീണ്ടും പറയുന്നു, ഈ കാല് തെറ്റിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ LNB സ്ക്യൂ കുറച്ചുകൂടെ ഒന്ന് ഡൗൺ ആക്കി ഒന്ന് അപ്പാക്കിയോ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം എന്നേ ഉള്ളൂ. ഈ കമ്പനി പറയുന്ന സെയിം LNB സ്ക്യൂവിൽ ഇത് വെക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് എത്ര വേണേലും ഈ കാല് ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് വൈഡ് ആക്കിയിട്ടോ കുറച്ച് ഇങ്ങോട്ട് ഇതാക്കിയിട്ടോ ഒക്കെ വെക്കാം. കാല് ഇങ്ങനെ വെക്കാം, ഇങ്ങനെയൊക്കെ വെക്കാം, ചെരിച്ചും അങ്ങോട്ട് ചെരിച്ചും ഇങ്ങോട്ട് ചെരിച്ചൊക്കെ വെക്കാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ LNBയുടെ സ്ക്യൂ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് കമ്പനി നിർദ്ദേശിച്ച രൂപത്തിലല്ല, അത് കുറച്ചുകൂടെ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ഒന്നെങ്കിൽ ഈ LNB സ്ക്യൂ കുറച്ച് താഴത്തേക്ക് ഡൗൺ ആക്കേണ്ടി വരും, അല്ലെങ്കിൽ തിരിച്ചിട്ട് അപ്പാക്കേണ്ടി വരും. LNB സ്ക്യൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അതിനെ പറ്റിയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ എടുത്ത് വെച്ച് കാണാം. ഒന്ന് താഴത്തേക്ക് ഡൗൺ ആക്കേണ്ടി വരും, ഒന്ന് അപ്പാക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ഇവിടെ നോക്കിയാൽ കുറെ അളവുകൾ എഴുതിയിട്ടുണ്ടാവും. -75 തൊട്ടിട്ട് അതുപോലെ തന്നെ +75, 0 to +75 തൊട്ട് അതേപോലെ 0 to -75, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ LNB സ്ക്യൂ എഴുതിയിട്ടുണ്ടാവും. ആ LNB സ്ക്യൂവിന്റെ അളവ് എന്ത് ചെയ്യണം, നമ്മൾ ഒന്നെങ്കിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ എന്ത് ചെയ്യണം, തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പം എനിക്കിപ്പോൾ തന്നെയാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ഡിഷ് സെറ്റ് ചെയ്യാൻ അറിയില്ല എങ്കിൽ നമ്മളെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു സാറ്റലൈറ്റ് ഡിഷ് എങ്ങനെ സെറ്റ് ചെയ്യാം, KU ബാൻഡ് എങ്ങനെ സെറ്റ് ചെയ്യാം, C ബാൻഡ് എങ്ങനെ സെറ്റ് ചെയ്യാം, അതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ എടുത്ത് വെച്ച് കാണാമെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഞാൻ ഇപ്പം പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ എന്താണ് ഈ കറക്റ്റ് നമ്മൾ സ്പിരിറ്റിൽ വെച്ചിട്ട് കാര്യം എന്ത് ചെയ്യണം, കറക്റ്റ് ലംബമാക്കി വെക്കണം. അതാണ് കറക്റ്റ് കാര്യം. ഇനി അങ്ങനെ വെക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ LNB സ്ക്യൂ നമ്മൾ തിരിച്ചിട്ട് അലൈൻമെന്റ് LNB സ്ക്യൂ നമ്മൾ അവിടെ നമ്മൾ കാല് എത്രത്തോളം തെറ്റി നിൽക്കുന്നു, നമ്മൾ കറക്റ്റ് ലംബം അല്ലാത്ത രീതിയിൽ എത്രത്തോളം കാലം നമ്മൾ തെറ്റിച്ച് വെക്കുന്നു, അത്രത്തോളം LNB സ്ക്യൂ നമ്മൾ എന്ത് ചെയ്യണം, തെറ്റിച്ച് വെക്കേണ്ടി വരും. അതായത് കറക്റ്റ് രീതിയിലേക്ക് എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഡൗൺ ആക്കേണ്ടി വരും, ചിലപ്പോൾ അപ്പാക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടി വരും. LNB സ്ക്യൂലാണ് കാര്യം, കാല് വെക്കുന്നതിലല്ല കാര്യം. ഈ കാല് ലംബമാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ കമ്പനി നിർദ്ദേശപ്രകാരം തന്നെ LNB സ്ക്യൂ വെച്ചാലും മതിയാകും. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ വീഡിയോ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യത്തെ പറ്റിയും ഡീറ്റെയിൽ സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് കാണാം. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ
വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ടേക്ക് കെയർ, ബൈ.